ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അന്ന് രാവിലെ രേവതി ഉണ്ടാക്കിയ അപ്പവും ചിക്കൻ കറിയും കൂട്ടിക്കൊണ്ടതിന് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ചന്ദ്രമതി പതിവ് പോലെ തന്നെ രേവതിയുടെ ഭക്ഷണത്തിന് ഓരോ കുറ്റവും കുറവും ഇങ്ങനെ കണ്ടുപിടിച്ച് ഓരോന്നിങ്ങനെ സംസാരിച്ചു കൊണ്ടിട്ടായിരിക്കട്ടെ ഭക്ഷണം എല്ലാം തന്നെ വിളമ്പുന്നത്. പക്ഷേ ശ്രുതി മാത്രം എന്തോ വലിയ ആലോചനയിലായിരിക്കും. ആഹാരം പോലും കഴിക്കാതെ ഓരോന്നിങ്ങനെ ചിന്തിച്ചു കൂട്ടാണ് ശ്രുതി. ഇത് കണ്ടപ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ശ്രുതി, നീ ഒന്നും കഴിക്കാതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് എന്ന്. അന്നേരം ശ്രുതി പതുക്കെ പറഞ്ഞു, ഒന്നുമില്ല ആൻറ്റി, അത് പിന്നെ എൻ്റെ പാർലറിലെ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോയതാണെന്ന് പറയും. പക്ഷേ ശ്രുതി ശരിക്കും ആലോചിക്കുന്നത് സച്ചിനെ ഇങ്ങോട്ടേക്ക് തിരികെ വന്നതിന് ശേഷം ഇവിടെ വന്ന് എന്ത് പുകിലായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചായിരിക്കും. നവീനെ പറ്റിയിട്ടുള്ള വിവരങ്ങളൊക്കെ മീര വഴി സച്ചി അറിഞ്ഞതാണല്ലോ. അതിൻ്റെയൊക്കെ ടെൻഷനിലായിരിക്കും ശ്രുതി. സച്ചി ആണെങ്കിൽ ഇതുവരെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുമില്ല. അപ്പോഴാണ് രവീന്ദ്രൻ ഇടപെടുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നും ആലോചിച്ചുകൊണ്ട് തന്നെ വട്ടാകല്ലേ, നല്ലോണം ആസ്വദിച്ച് കഴിക്കണമെന്നൊക്കെ ശ്രുതിയോട് സ്നേഹത്തോടെ പറയും. ഈ സമയത്താണ് പെട്ടെന്ന് സച്ചി അങ്ങോട്ടേക്ക് പാഞ്ഞു വരുന്നത്. അച്ഛ എന്ന് വിളിച്ചിട്ട് ഒരു ഓട്ടം തന്നെയായിരുന്നു സച്ചി. എന്താടാ സച്ചി എന്ന് ചോദിച്ച് രവീന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും സച്ചി ഒരു കാര്യം അങ്ങ് പറഞ്ഞു തുടങ്ങി. അച്ഛ, ഇന്നലെ ആ ഊമക്കത്തൊക്കെ ഞാനാണ് എഴുതിയത് എന്ന് പറഞ്ഞ് അവൻ എൻ്റെ തലയിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കെട്ടിവെച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി ആകങ്ങനെ തമ്പിച്ച് നിന്നു പോവാണ്. ശ്രുതി കയർത്തുകൊണ്ട് പറയുന്നുണ്ട്, കെട്ടിവെച്ചതൊന്നുമല്ല, ഇപ്പോഴും എനിക്ക് നിന്നെ തന്നെയാണ് സംശയമെന്ന് പറയും. ഇത് കേട്ട ഉടനെ തന്നെ സച്ചി പറയുന്നുണ്ട്, നീ ഇങ്ങനെ തന്നെ പറയുമെന്ന് എനിക്കറിയാം. ഇന്നലെ ആ കത്ത് കിട്ടിയ ടൈമിൽ തന്നെ നിന്നെ ഒന്ന് കാണണമെന്നായിരുന്നു എന്ന് പറയും. അന്നേരം ചന്ദ്രമതി കൂടി എരുതിയിൽ ഇങ്ങനെ എണ്ണ അഴിച്ചു കൊടുക്കുന്നുണ്ട്. നീ അല്ലാതെ പിന്നെ ആരാടാ ഇത്തരം വേലത്തരങ്ങളൊക്കെ കാണിക്കുന്നത് എന്ന് ചോദിക്കും. ഉടനെ സച്ചി പറയുന്നുണ്ട്, ആ ലെറ്റർ എഴുതിയത് ആരാണെന്ന് ഞാൻ ഇന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. ഇത് കേട്ടതോടുകൂടി തന്നെ എല്ലാവരും ആകെ ഇങ്ങനെ ഞെട്ടി നിൽക്കും. ശ്രുതി ആണെങ്കിൽ ആകെ പാതി ജീവൻ പോയൊരു അവസ്ഥയിലായിരിക്കട്ടോ. സച്ചി പറഞ്ഞു തുടങ്ങി, ഈ ജോലിയൊക്കെ ശരിക്കും ആ ഓട്ടക്കാരൻ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അവന് മറ്റുള്ളവരുടെ തലയിൽ കുറ്റം കെട്ടിവെക്കാനല്ലേ നേരമുള്ളൂ. അപ്പോൾ രേവതി ചോദിച്ചു, ആരാ സച്ചിയേട്ടാ, ആരാ ഊമ കത്തെഴുതിയത് എന്ന്. സച്ചി നടന്ന കാര്യം മൊത്തം അങ്ങ് വിവരിച്ച് പറയാണ്. ഇവൻ പറഞ്ഞ ആ അമ്പലത്തിൽ ഞാൻ രാവിലെ തന്നെ പോയി അവിടെ അന്വേഷിച്ചു. അവിടെ ഒരു സ്വാമി ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അവിടുത്തെ ആളുകളോട് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു അതവിടെ വേഷം കെട്ടി വന്ന ഒരു ഫ്രോഡാണ് എന്ന്. ഒരുത്തൻ ഇന്നലെ അവിടെ സ്വാമി വേഷം കെട്ടി വന്നിരുന്നുത്രേ. അന്നദാനത്തിനാണെന്നും പറഞ്ഞ് ഭക്തരുടെ കയ്യിൽ നിന്നും പൈസ തട്ടുന്ന ഒരു ഒന്നൊന്നര ഫ്രോഡായിരുന്നു അവന്. സുധി അന്നേരം ചോദിക്കുന്നുണ്ട്, അപ്പോ അതൊരു കള്ളസ്വാമിയായിരുന്നോ എന്ന്. സച്ചി പറയുന്നുണ്ട്, പിന്നല്ലാതെ, കാവ്യവസ്ത്രം ഇട്ടവർക്ക് ഇങ്ങനെ സന്യാസിയാവോ? നീ ഒരു മണ്ടനായി പോയല്ലോ സുധി എന്ന് പറയും. അപ്പോഴാണ് രവീന്ദ്രൻ ഇടപെട്ടത്. ബാക്കി കാര്യം പറ സച്ചിയെ. സത്യം മനസ്സിലാക്കിയതിനു ശേഷം അവിടെയുള്ള നാട്ടുകാരൊക്കെ അവനെ എല്ലാവരും ഇട്ടിട്ട് നല്ലോണം പൊതിരെ പെരുമാറിയതിനു ശേഷമാണ് അവിടെ നിന്നും വിട്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളെല്ലാം തന്നെ അവിടുത്തെ ഒരാൾ ഫോണിൽ പകർത്തിയിരുന്നു. അത് കണ്ടപ്പോഴാണ് എനിക്ക് അയാളെ ശരിക്കും അങ്ങ് മനസ്സിലായത്. ആരാടാ അത് എന്ന് സുധി ചോദിക്കുമ്പോൾ സച്ചി പറഞ്ഞു, അവൻ എൻ്റെ കയ്യിൽ നിന്നും മുൻപ് 2 ഇടി കിട്ടിയവനാണ്. 2 തവണ എൻ്റെ കയ്യിൽ നിന്നും അടി വാങ്ങിച്ചിട്ടുള്ളവനാണ് അവന്. ചന്ദ്രമതി ഉടനെ തന്നെ കളിയാക്കി, ഹോ, നിന്റെ കയ്യിൽ നിന്ന് തല്ല് കൊള്ളാത്തവൻ ആരാ ഉള്ളത് എന്ന്. രേവതി ഉടനെ തന്നെ സച്ചിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാണ്. സച്ചിയേട്ടൻ വെറുതെ ആരെയും തല്ലാറില്ല. ഇത് കേട്ട് ചന്ദ്രമതി പുച്ഛത്തോടെ ചിരിക്കും. നിന്റെ ഭർത്താവ് സിനിമയിലെ നായകനൊന്നുമല്ലല്ലോ തെറ്റിനെതിരെ ഇങ്ങനെ പോരാടാനെന്നൊക്കെ പറഞ്ഞ് കളിയാക്കാണ് ചന്ദ്ര. സച്ചി വിട്ടുകൊടുത്തില്ല. ഞാൻ തെറ്റ് കണ്ടാൽ ഉടനെ തന്നെ പ്രതികരിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. രവീന്ദ്രൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, ആൾ ആരാണെന്ന് പറയടാ സച്ചി. അപ്പോൾ സച്ചി പഴയ കഥ പറഞ്ഞു. ശ്രുതിയുടെയും സുധീയുടെയും കല്യാണത്തിന്റെ അന്ന് എന്റെ കാറിലിരുന്ന് പെണ്ണുങ്ങളെ പറ്റിയിട്ടൊക്കെ മോശമായി സംസാരിച്ചവനാണ് അവന്. അന്ന് അവനെ ഞാൻ നല്ലോണം അങ്ങ് തല്ലിവിട്ടതായിരുന്നു. അത് കഴിഞ്ഞ് അവൻ കുറെ നാൾ കോമയിലായിരുന്നു. പിന്നെ 2 മാസം മുൻപ് ഒരു വയസ്സായ അമ്മൂമ്മയെ ഇടിച്ചിട്ട് നിർത്താതെ പോയതിന് ഞാൻ അവനെ പിന്തുടർന്ന് പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. ആ ഒരു പക തീർക്കാൻ വേണ്ടിയിട്ടാണ് അവൻ നിനക്ക് ആ ഒരു ഊമ കത്തെഴുതിക്കൊണ്ട് എന്നെ ഇതിലേക്ക് വലിച്ചിട്ടത്. ഇതെല്ലാം കേട്ടപ്പോൾ ശ്രുതിക്കൊരു കാര്യം പിടികിട്ടി. നവീനെ പോലീസ് പൊക്കിയത് സച്ചി കാരണമാണെന്നും ആന്റണി തന്നോട് നുണ പറഞ്ഞതാണെന്നും അവൾ തിരിച്ചറിഞ്ഞു. ഇതിനിടയിൽ ചന്ദ്രമതി വീണ്ടും സച്ചിയെ കുറ്റപ്പെടുത്തുകയാണ്. ഈ വീട്ടിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതൊക്കെ നീ കാരണം തന്നെയാണ്. രേവതി വീണ്ടും സച്ചിക്കൊപ്പം നിന്ന് സംസാരിച്ചപ്പോൾ രവീന്ദ്രൻ ചന്ദ്രമതിയെ ശകാരിച്ചു. സച്ചിക്കപ്പോ ഒരു സംശയം കൂടി വന്നു. അവൻ എന്നോടാണ് പക തീർക്കേണ്ടത് എങ്കിൽ പിന്നെ അവൻ എന്തിനാണ് സുധിയെ പേടിപ്പിക്കുന്നത് എന്ന്. സുധിയോട് ചോദിക്കുന്നുണ്ട്, അവനെ മുൻപ് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന്. സുധിക്കപ്പോ ഒരു ഓർമ്മ വന്നു. ആ സ്വാമിയെ കണ്ടപ്പോ അവിടെയോ കണ്ട പോലെ എനിക്ക് തോന്നിയെന്ന് പറയും. പക്ഷേ ശ്രുതി അതങ്ങ് മുറിച്ചു. ഇല്ല ശ്രുതി, നമ്മൾ അയാളെ കണ്ടിട്ടേ ഇല്ല എന്ന് പറയാണ്. അങ്ങനെ പെട്ടെന്ന് ശ്രുതി അങ്ങ് ഒഴിഞ്ഞു മാറാൻ നോക്കി. എന്തായാലും അവൻ ഒരു ദിവസം എന്റെ കയ്യിൽ കിട്ടും, അന്ന് ഞാൻ അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കുമെന്ന് സച്ചി പറഞ്ഞപ്പോൾ ശ്രുതി ആകെ പേടിച്ചിരിക്കാണ്. സച്ചി വീണ്ടും ചോദിച്ചു, അവൻ കത്തെഴുതി എന്ന് കരുതി നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് എന്ന് ചോദിക്കും. ശ്രുതി ഉടനെ തന്നെ സച്ചിയോട് കയർത്തു. സച്ചി, എന്തിനാണ് ഈ കാര്യം അനാവശ്യമായി എന്റെ നേർക്ക് തന്നെ ഇങ്ങനെ വിടുന്നത് എന്ന് ചോദിക്കാണ്.
ഒടുവിൽ ശ്രുതിയും സച്ചിയും തമ്മിൽ ചെറിയൊരു വാക്കുതർക്കമുണ്ടായി. പോലീസിൽ പരാതി കൊടുക്കാമെന്ന് രവീന്ദ്രൻ പറഞ്ഞപ്പോൾ ശ്രുതി അത് തടഞ്ഞു. പോലീസുകാരെ അറിയിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ ബിസിനസ്സിനെ ഇതൊക്കെ ബാധിക്കുമെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നും പയ്യങ്ങ് സ്കൂട്ടാവാണ്. സച്ചിക്ക് പക്ഷേ ഉറപ്പുണ്ടായിരുന്നു ഇതിന് പിന്നിൽ വേറെന്തോ വലിയ കാരണമുണ്ട് എന്ന കാര്യം. പിന്നീട് കാണിക്കുന്നത് വർഷയും ശ്രീകാന്ത് കൂടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ബൈക്കിൽ ഇങ്ങനെ സ്നേഹത്തോട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു വരുന്നതായിരിക്കും. ആ സമയത്തിന് പ്രിയയുടെ കാറ് വഴിയിൽ കംപ്ലൈന്റ് ആയി നിൽക്കുന്നത് കാണും. ഒരു ക്യാബ് പോലും കിട്ടാതെ പ്രിയ വലയുകയായിരുന്നു. ശ്രീകാന്ത് വണ്ടി നിർത്തി കാര്യം അന്വേഷിച്ചു. ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട് എന്നറിഞ്ഞപ്പോൾ ശ്രീകാന്ത് പ്രിയയെ കൂട്ടി വണ്ടിയിൽ കയറ്റാൻ തന്നെ തീരുമാനിച്ചു. അത് വർഷക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. 3 പേര് ബൈക്കിൽ പോകുന്നത് നിയമവിരുദ്ധമാണ് എന്ന് വർഷ പറഞ്ഞിട്ട് പോലും പ്രിയ നിർബന്ധിച്ചതുകൊണ്ട് വണ്ടിയിൽ കയറി. വഴിയിൽ പോലീസ് അവരെ തടഞ്ഞു നിർത്തി. പോലീസ് പ്രിയയെ ഭാര്യയാണെന്ന് കരുതി സംസാരിച്ചപ്പോൾ വർഷക്ക് നല്ലങ്ങ് ദേഷ്യം വന്നു. ഫൈൻ അടക്കാൻ നോക്കിയപ്പോൾ പ്രിയയുടെ പേഴ്സ് കാറിലും ശ്രീകാന്തിന്റെ കയ്യിൽ കാശുമില്ലായിരുന്നു. ഒടുവിൽ വർഷ തന്നെ ആ ഒരു ഫൈൻ അടച്ചു. പോലീസ് ഉപദേശിച്ചു വിട്ടപ്പോൾ പ്രിയ ഒരു തമാശ കാണിച്ചു. പോലീസുകാരന്റെ വണ്ടിക്ക് പിന്നിൽ കയറിയിരുന്നു. ത്രിബിൾസ് പോകുന്നത് അപകടമായതുകൊണ്ട് ഇനി ആ വണ്ടിയിൽ കയറില്ല എന്നും തന്നെ ജംഗ്ഷനിൽ ഇറക്കിവിടണമെന്നും അവൾ ആവശ്യപ്പെട്ടു. എന്നാൽ പോലീസുകാരന് അത് ശരിക്കും ഒരു അടിയായിരുന്നു. പിന്നീട് കാണിക്കുന്നത് രേവതിയുടെ വീട്ടിൽ സച്ചിയും രേവതിയും പോയപ്പോൾ അവിടെ ശരത്ത് കരഞ്ഞുകൊണ്ട് വരുന്നു. കോളേജിൽ നിന്ന് പുറത്താക്കിയ വിവരമാണ് അവൻ വന്ന് പറയുന്നത്. അറ്റൻഡൻസ് കുറവായതിനാൽ എക്സാം എഴുതാൻ പറ്റില്ല എന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. ഇത് കേട്ട് ദേവു അവനെ തല്ലാൻ കയ്യോങ്ങി. ആന്റണിയുടെ കൂടെ നടന്ന് നീ നിന്റെ ഭാവി നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ ദേവു ചീത്ത പറയുന്നത്. രേവതി അവനെ തടഞ്ഞു. ശരത്ത് തന്റെ ജീവിതം തകർന്നു പോയി എന്ന് പറഞ്ഞ് കരയുമ്പോൾ സച്ചി അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നിന്റെ ഭാവി നിന്റെ കയ്യിൽ തന്നെയാണെന്നും നമുക്കിതിന് ഒരു പരിഹാരം കാണാമെന്നും സച്ചി ഉറപ്പു നൽകി. നേരത്തെ ചെയ്ത തെറ്റിന്റെ ഫലം അനുഭവിക്കണമെങ്കിലും ഇപ്പോൾ അവൻ നന്നാവാൻ ശ്രമിക്കുന്നത് നല്ലതാണെന്ന് സച്ചി പറഞ്ഞു വെക്കുന്നു. അങ്ങനെ ചെമ്പനീർ പൂവിൽ ഇനി വരാൻ പോകുന്ന സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.